എന്റെ ഞാൻ എന്നോട് തീരുമാനിക്കാൻ പറയുകയാണെങ്കിൽ സതീശൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണം. ഒരു വിലപേശലിനും അദ്ദേഹം വിധേയനാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നും എൻ്റെ മാധ്യമ പ്രവർത്തന അനുഭവം എന്നോട് പറയുന്നു. കോൺഗ്രസിന്റെ സ്വഭാവം കോൺഗ്രസിന് മുഖ്യം ആഭ്യന്തര സുരക്ഷയും ആഭ്യന്തര സമാധാനവും, സാമൂഹ്യ സമാധാനം, സോഷ്യൽ പീസ്. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഈ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ബാക്കി എന്തും നിങ്ങൾക്കുണ്ടാക്കാം. കേരളത്തിൽ സാമൂഹ്യ സമാധാനവും വിദ്വേഷ പ്രചരണത്തിന് അവസാനവും ഉണ്ടാവണം. ഇത് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന് വളരെ നിർണായകമായ സ്വാധീനമുണ്ട്. രണ്ട്, ഇപ്പൊ നമുക്ക് സതീശനും രമേശും തമ്മിലുള്ള സാമൂഹ്യ പിന്തുണയുടെ ഒരു പശ്ചാത്തലം എടുത്താൽ, രമേശ് ചെന്നിത്തല NSS നായർ സമൂഹത്തിന്റെ, അദ്ദേഹത്തിന്റെ മധ്യ തിരുവിതാംകൂർ, ഹരിപ്പാട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ എല്ലാം ഈ ജാതി രാഷ്ട്രീയത്തുമായി സമന്വയിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഇതുവരെ രമേശ് ചെന്നിത്തല. അത് അദ്ദേഹം തന്നെ നിഷേധിക്കുമെന്ന് തോന്നില്ല. കോൺഗ്രസും പറയും എല്ലാ സമുദായ ശക്തികളെയും കൂടെ നിർത്തട്ടെ. പക്ഷെ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയുടെ പ്രതിച്ഛായ NSSുമായി സൗഹൃദം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന വ്യക്തി. പിന്നെ രണ്ട്, അദ്ദേഹത്തിന് സതീശന്റെ പോലെ CPM-നെ എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായി നേരിടുക എന്ന ഒരു സമീപനവും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതും വളരെ കൃത്യമാണ്. കേരളത്തിൽ CPM ആണല്ലോ മുഖ്യ പ്രതിപക്ഷം. അദ്ദേഹത്തിന്റെ പല കേസുകളും, ഇനി അതുമാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ കൂടി പത്രപ്രവർത്തനം നടത്തിയ കാലത്തെ കാര്യങ്ങളായതുകൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സോളാർ കേസിലായാലും ബാർക്കോഴ കേസിലായാലും, അത് ഏറ്റവും പ്രതിച്ഛായ നഷ്ടപ്പെടാൻ സഹായിച്ച കേസുകളിലെല്ലാം അതിന്റെ പോലീസ് അന്വേഷണത്തിന്റെ കൃത്യതയും അല്ലെങ്കിൽ അതിന്റെ മികവും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളവർക്ക് അറിയാം. അപ്പൊ അത് തിരുവഞ്ചൂരിനെ പറ്റിയൊക്കെയാണ്. ഇത് ഞാൻ പറയുന്നത്, ഇതിനർത്ഥം രമേശ് ചെന്നിത്തല സെക്കുലർ അല്ലെന്നോ അദ്ദേഹം അതിന് കഴിയാൻ പ്രാപ്തനല്ലെന്നോ അല്ല. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തിയില്ലെന്നോ അദ്ദേഹം സെക്കുലർ അല്ലെന്നോ അല്ല പറയുന്നത്. പക്ഷെ അദ്ദേഹം പരമ്പരാഗത കോൺഗ്രസിന്റെ ജാതി മത രാഷ്ട്രീയ സമന്വയത്തിന്റെ ഒരു വക്താവാണ്. എന്നാൽ സതീശൻ അതല്ല. സതീശൻ ഒരു പരമ്പരാഗതമല്ലാത്തൊരു കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അത് ഞാൻ പറയാൻ ഒറ്റ കാര്യം, താങ്കൾക്ക് ഡൽഹിയിൽ ഇരുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മറ്റുള്ളവരോട് എനിക്കിത് പറയാൻ പോലും ഞാൻ മുതിരാറില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അതായത് നെഹ്റുവിന്റെ കാലം മുതലാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഭരണ ആരും ഒരു കോൺഗ്രസ് നേതൃത്വത്തെ തന്റെ അണികളുടെ ശക്തി കൊണ്ട് പുറത്ത് വന്നിട്ട്, അത് ഒരു നേതാവിന്റെ നിരവധി ആളുകളുണ്ട്. നമുക്ക് അതുല്യ ഘോഷ് ഉണ്ടായിരുന്നു, SK പട്ടേൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, താങ്കൾക്ക് നല്ലോണം അറിയാവുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കോൺഗ്രസിന്റെ ഭരണചരിത്രം. അതിലെവിടെയും നെഹ്റുവിനെതിരായോ ഇന്ദിരാഗാന്ധിക്കെതിരായോ രാജീവ് ഗാന്ധിക്കെതിരായോ സ്വന്തം അണികൾ തെരുവിലിറങ്ങി കേന്ദ്ര ഹൈക്കമാൻഡിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കുന്നത് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നടത്തിയത് സതീശൻ മാത്രമാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടത് പറയാൻ കഴിയുന്നില്ല? സീതാരാമയ്യ അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ജനങ്ങൾ പുറത്തിറക്കും. വലിയ പിന്തുണയുള്ള വ്യക്തിയാണ്. SK പട്ടേലിന് വലിയ പിന്തുണയുള്ള വ്യക്തിയാണ്. പക്ഷെ ആരും തെരുവിലിറങ്ങി രാഹുൽ ഗാന്ധിയോടും നെഹ്റു കുടുംബത്തോടും പറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഇവിടെ ഇത് തീരുമാനിക്കൂ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അനന്തര പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ ഇതുവരെ 75 വയസ്സായി ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയത് ഡൽഹിയിൽ 22ാം വയസ്സിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയ വർത്തമാനം നിർത്താം. ആ പ്രതിഭാസം എന്താണെന്ന് അവിടെയാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കൾ, അത് ജനങ്ങൾ ആണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീമിന് അദ്ദേഹം ഡിസൈഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ പക്ഷം എത്ര പിടിച്ചാലും സതീശന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സതീശൻ എന്ന നേതാവിന് വേണ്ടിയാണ്
കോൺഗ്രസ്സുകാരും ബാക്കിയുള്ളവരും വോട്ട് ചെയ്ത് എന്നുള്ള ഒരു ബോധമുണ്ടായി. പക്ഷെ ചെറിയാൻ ഇനി രണ്ടാമത് തന്റെ അനുയായികൾ തെരുവിലിറങ്ങി ആഭ്യന്തരവും സതീശന് കൊടുക്കണമെന്ന് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇല്ല കേരളത്തിൽ. ഒരു വിട്ടുവീഴ്ചയുടെ മനസ്ഥിതിയിലാണ് ഇപ്പൊ പോകുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന UDF പാർട്ട്നേഴ്സിലെ അണികളും ഒന്നും ഇനി ഇത് വേണമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ ഒരു അമിതമായിട്ടുള്ള രാഷ്ട്രീയതയായും പാർട്ടിക്ക് മുകളിൽ തന്നിഷ്ടം നടത്തുന്ന ഒരു നേതാവിന്റെ പ്രതിച്ഛായ മാത്രമേ സതീശന് നൽകുകയുള്ളൂ. പക്ഷെ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി ഇപ്പോഴും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MLA-മാരും KPCC പ്രസിഡന്റും അംഗീകരിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഞാൻ കണ്ടത് ഹിന്ദു എന്നൊരു പത്രം, ഇടതുപക്ഷ ചായ്വുള്ള പത്രമാണ്. അതിൽ വർഗീസ് ജോർജ് എന്ന് പറയുന്ന അതിന്റെ ഡൽഹിയിലെ എഡിറ്റർ, അദ്ദേഹം ചാപ്പ കൊത്തുകയാണ് സതീശൻ. അദ്ദേഹത്തിനുണ്ട പിന്തുണ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളും റീലുകളും സൃഷ്ടിച്ചതാണെന്ന് പച്ചയ്ക്ക് എഴുതുകയാണ് ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിന്റെ എഡിറ്റർ. ഇതാണ് സ്ഥിതി. ഇതാണ് ഇത്ര പോലും മനസ്സിലായിട്ടില്ല കേരളത്തിൽ നടക്കുന്ന ജനവികാരത്തെ. പിന്നെ അതുമാത്രമല്ല, അല്ല പറയുന്നത് താങ്കൾ എന്നെ ഇതൊന്നും ഒരു വരി പറയാൻ സമ്മതിക്കണം. ജനങ്ങൾക്ക് അദ്ദേഹത്തിനല്ല, അത് കേൾക്കുന്നവർക്ക് അറിയില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം വീണ്ടും ഒരു വലിയ ഗുരുതരമായ തെറ്റായ ആരോപണം ഉന്നയിക്കുന്നു. അതായത് സതീശൻ ന്യൂനപക്ഷ വർഗീയതയുടെ മുന്നിൽ മൗനം ഭജിക്കുന്നു. ഇത് ഞാൻ എന്റെ ഇത്രയും തെറ്റായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആദ്യം ദിവസം തന്നെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് പോലുമില്ല, അതിനു മുമ്പ് ഹിന്ദുവിനെ പോലെ ഇടതുപക്ഷമെന്നും രാഹുൽ അനുകൂലമെന്നും പ്രതിപക്ഷമെന്നും ഒക്കെ പറയുന്ന നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു CPM നേതാവ് റാമിന്റെ കീഴിലുള്ള പത്രത്തിലെ മുഖ്യ പത്രാധിപർ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ എഴുതിയാൽ ഇവിടുത്തെ ഇസ്ലാമോഫിയയുടെ മറ്റ് കാര്യങ്ങൾ താങ്കൾക്ക് ഊഹിക്കാം. ഇത് ബാക്കിയല്ല. ഞാൻ അദ്ദേഹത്തെ ഒരു മാർജിൻ കൊടുക്കും. ഡൽഹിയിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു നേതൃത്വ കളിയായിട്ടാണ് സാധാരണ ഇവിടെ ഉള്ളവർ കാണുന്നത്. ഞാൻ എൻ്റെ ഹിന്ദി സുഹൃത്തുക്കൾ 2 ടെലിവിഷൻ ചാനൽ ഡിസ്കഷൻസിൽ പോകേണ്ടി വന്നു. അന്നൊക്കെ ഞാൻ പറഞ്ഞു, അതായത് ഈ തീരുമാനം വൈകാൻ ഒരു കാരണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും പരിശോധിക്കുകയായിരുന്നു. ഈ ബിൽഡപ്പ്, ജനങ്ങളുടെ ഈ ബിൽഡപ്പ് ആർട്ടിഫിഷ്യൽ ആണോ അതോ റിയൽ ആണെന്ന് അവർക്ക് മനസ്സിലായി. മീഡിയക്ക് മനസ്സിലാകാൻ സമയമെടുക്കും പലർക്കും. മീഡിയക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ നുണ പറയുകയാണ്. വർഗീസ് ജോർജിന്റെ ലേഖനം കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രത്തിന്റെ തലസ്ഥാനത്തുള്ള പത്രാധിപർ ഒരു നുണ പ്രചരിപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് KC വേണുഗോപാലിന് വേണ്ടിയാണോ, ഹൈക്കമാൻഡിലെ ആർക്കെങ്കിലും, രാഹുൽ ഗാന്ധിക്കോ ആർക്കെങ്കിലും? അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് നമ്മൾ കണ്ടുകൂടെ? അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഹിന്ദു അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഹിന്ദു തുടർച്ചയായി തെരഞ്ഞെടുപ്പിന് മുൻപ് CPM-നെ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിന്റെ CPM-ന്റെ 1-ാം നമ്പർ ശത്രു കേരളത്തിൽ സതീശനാണ്. എന്തിന്? അശോകൻ ചെരുവിൽ എന്ന ഒരു വലിയ സാഹിത്യകാരൻ CPM-ന്റെ അദ്ദേഹത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അങ്ങനെ പല സ്ഥാനങ്ങളും CPM-ൽ വഹിച്ച അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഈ KC വേണുഗോപാലന്റെ സ്ഥാനാർത്ഥിത്വം തഴയപ്പെട്ടത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഒരു CPM-ന്റെ സാംസ്കാരിക നായകൻ എഴുതുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം എവിടെയാണ്? അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്ര ലളിതമായി കാണുന്നില്ല. ഒരു അബദ്ധമായിട്ടോ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് കാരായ രാജൻ അദ്ദേഹത്തിന് മാർപ്പാപ്പയോ അല്ല, ഞാൻ പറയുന്നത് എന്താണ് ഒരു ആഭ്യന്തരമന്ത്രിയെ കാത്തിരിക്കുന്നത്? കാര്യമേ ഇല്ല എനിക്ക് പറയാൻ. താങ്കൾക്ക് വേറൊരു വൈസ് ചാൻസലർ പറഞ്ഞത് കേട്ടോ? ഇനി ഭരണം ഇവിടെ മുസ്ലിം തീവ്രവാദി ഭരണമാണെന്ന് സതീശന്റെ കീഴിൽ. ഇതാണ് കേരളത്തിൽ. താങ്കൾ ദയവായി ഒരു തവണ കേരളത്തിലേക്ക് വരൂ, ഒരാഴ്ച താങ്കൾ യാത്ര ചെയ്യും. എനിക്ക് എന്റെ കൈ ധരിച്ചതാണ് അതിലൊരു പോസ്റ്റ് ഇടണമെന്ന്, പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു പ്രഖ്യാപിത BJP-കാരനാണ് ഇപ്പോൾ, കാൻഡിഡേറ്റ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഈ എന്തൊരു അഗ്നികുണ്ഡത്തിലൂടെയാണ് സതീശന്റെ, എന്തൊരു അഗ്നി പരീക്ഷയാണ് സതീശൻ നേരിടാനുള്ളത്. പ്രത്യേകിച്ച്
ആഭ്യന്തര മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന തീവ്രവാദ മുസ്ലിമാണെന്ന ആരോപണം പല പല കോണുകളിൽ നിന്ന് വന്നുകൊണ്ട് അതിനെ നേരിട്ട് കൊണ്ട് മാത്രമേ സതീശന് ഇവിടെ അധികം നാൾ പോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുസ്ലിം ഏരിയ എന്നുള്ള ഒരു ഒരു സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന ഒരാളായിട്ട് തന്നെ നിൽക്കാൻ വേണ്ട വകുപ്പുകളോ എന്താ സപ്പോർട്ട്. ചെറിയ ഇതിൽ വേറെ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ഇസ്ലാമോഫോബിക് ആക്രമണങ്ങൾ കേരളത്തിൽ ഏകപക്ഷീയമാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകൾ എന്ന് പറയുന്ന SDPI ഇവിടെയുണ്ട്. രാഷ്ട്രവാദം, ആഗോള മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന 5000 പേർ തികച്ചില്ലാത്ത ജമായത്തെ ഇസ്ലാമി ഉണ്ട്. ഇവരുടെ പക്ഷത്തു നിന്നുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു തെളിവ് ഈ 10 കൊല്ലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ നിരവധി കേസുകൾ പോലീസ്, ഇതാണ് ആഭ്യന്തര കാര്യത്തിന് ഞാൻ പറയുന്നത്, നിരവധി കേസുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. UAPA അനാവശ്യമായ ചുകത്തിയ നിരവധി കേസുകളുണ്ട്. നിരവധി മുസ്ലിം യുവാക്കളെ സംസ്ഥാന പോലീസ് അറിയാതെ ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പോലീസ് രാത്രി പിടിച്ചുകൊണ്ടുപോയ കേസുകളുണ്ട്. അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ ആഭ്യന്തര വകുപ്പിന് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഏറ്റവും ഉത്തമം അതിനുള്ള ഒരു ആത്യന്തികമായ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി. അതിപ്പോ തൽക്കാലം നമ്മൾ സതീശനെ പറ്റിയും നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അദ്ദേഹം വർത്തമാനത്തിൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് വർത്തമാനത്തിലും അപ്പൊ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ഇതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് സതീശനാണ്. അത് വളരെ ക്ലിയർ ആണ്. തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കൾ സെക്കുലർ കേരളം ആവശ്യപ്പെടും. അവർ മോഡിയെ താങ്ങുന്നില്ല. അവർ സതീശനിൽ കാണുന്നത് സാമൂഹ്യ സമാധാനം, വികസനം. ഇത്തരത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ വെറും ഈ പിണറായി ചെയ്ത പോലെയുള്ള സിൽവർ റെയിനും വലിയ ഡ്രോൺ കാഴ്ചയുള്ള ആലങ്ങളും പണിയലും അല്ല മലയാളി. അതിന് രാഷ്ട്രീയം ഉണ്ട്. സമാധാനം, നീതി, ജസ്റ്റിസ്. ഈ ഭരണം നീതിയുക്തമാണോ? ഇതിൽ ഏകാധിപത്യ പ്രവണതയുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയമാണ്. അല്ലാതെ എന്തും വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വികസനം നടത്തി ക്ഷേമ പ്രവർത്തനത്തിന് പെൻഷൻ കൂട്ടി അങ്ങനെയൊന്നുമല്ല ജനങ്ങൾ തീരുമാനിക്കുന്നത്. അവർ ജനാധിപത്യ രാഷ്ട്രത്തിൽ അവർ തീരുമാനിക്കുന്നതിന് പല ക്വാളിറ്റി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയേണ്ടതാണ് നീതിയുടെ പ്രശ്നം. പക്ഷെ എന്തു പറഞ്ഞാലും വികസനം, സിൽവർ ലൈൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും IT, എന്താ ഇന്റർനെറ്റ് എല്ലാ വീട്ടിലും സൗജന്യമായി കൊടുത്തില്ലേ? ഇല്ലേ? അതല്ലേ അവകാശപ്പെട്ടത്? എന്താണ് Knet ഇല്ലേ? കേരളത്തിലെ ബഹുജന യുവാക്കന്മാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു ആ വിഭാഗത്തെ. അപ്പൊ ഇത് അതായത് കേരളത്തിന്റെ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ശ്രീ സതീശനും അദ്ദേഹം നമ്മളെ മോഹിപ്പിച്ച ഒരു ചേഞ്ചിനുമാണ്. നടക്കും തോന്നുന്നില്ല സർ. അത് നടത്തേണ്ടത് മുഖ്യമന്ത്രി ആയ സതീശന്റെ കടമയാണ്. അത് അദ്ദേഹം ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം അത്രത്തോളം ഇനി രണ്ടാമതൊരു പോരിന് അദ്ദേഹത്തിന് അത് എത്ര ലിമിറ്റഡ് ആണെങ്കിലും അദ്ദേഹത്തെ ചെയ്യാൻ അനുവദിക്കുക. ബാക്കിയുള്ള എന്നാൽ വേറൊരു കാര്യം ചെയ്യാം. നമ്മളെ അനുഭവത്തിൽ നിന്ന് വിജിലൻസ് അദ്ദേഹത്തിന് കയ്യിൽ വെക്കാം. അഴിമതിയുടെ കാര്യം പല മാർഗങ്ങളുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല സതീശൻ അങ്ങനെയൊക്കെ ഉള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുമോന്ന് തോന്നുന്നില്ല. പക്ഷേ അത് നമുക്ക് നാളെ വൈകുന്നേരത്തോട് അറിയാമല്ലോ. നമുക്ക് ഇത് പറഞ്ഞ് ഉപസംഹരിക്കാം. അതായത് മാൻഡേറ്റ് ശ്രീ സതീശനും അദ്ദേഹം പറഞ്ഞ പൊളിറ്റിക്സിനുമാണ്. അത് ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെയും മുന്നണിയുടെയും കടമയാണ്. അതാണ് ജനങ്ങൾ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് അതേ അനുഭവങ്ങൾ, പിന്നെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തിക്താനുഭവമായിരിക്കും. അതിന്റെ ഉത്തരവാദി വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടിയിരിക്കും. അതെ, നമ്മുടെ ആഗ്രഹ ചിന്തകൾ അതാണ്. അത്രയും ഞാൻ പറയുള്ളൂ. മൂർത്ത രാഷ്ട്രീയത്തിൽ നമ്മുടെ ആഗ്രഹ ചിന്തകൾക്ക് വലിയ സ്ഥാനമില്ല. എങ്കിലും നമുക്ക് ആഗ്രഹിക്കാതെയും തരമില്ല.
അതാണ് അങ്ങനെ ഒരു പോസിറ്റീവ് ഇതിൽ ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.